പരിശുദ്ധാത്മാവ് മനുഷ്യനോട് കൂടെ ജീവിക്കുവാൻ ഭൂമിയിൽ ആഗതമാകുന്ന നിമിഷങ്ങളെ ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധ കൂദാശയിൽ നാം ഏറ്റുപാടുന്ന സ്വർഗസ്നായ പിതാവേ എന്ന ഗാനം നമ്മുടെ ഹൃദയങ്ങളെ സ്നേഹത്തിന്റെ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടും. സ്വർഗം തുറക്കപ്പെടുകയും ആത്മാവ് ഭൂമിയിലേക്ക് നിറയുകയും ചെയ്തത് യേശു പുഴയിൽ നിന്ന് കരയിലേക്ക് കറക്കുമ്പോൾ സ്വർഗം തുറന്നു എന്ന് നാം വായിക്കുന്നു. നാം ഓരോരുത്തരും സ്വർഗത്തിൻ്റെതായി തീരുമ്പോൾ സ്വർഗം തുറക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. യഥാർത്ഥമായ ദേവാലയം മനുഷ്യന്റെ ഹൃദയമാണെന്ന് യേശു പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നാം ജീവിക്കുകയും കൽപ്പനകൾ യഥായോഗ്യം വിശ്വസിച്ചുകൊണ്ട് അനുസരിക്കുകയും ചെയ്യുന്ന ഏതൊരുവരിലും നിത്യജീവൻ ഉണ്ട് എന്ന് ക്രിസ്തു അരുൾ ചെയ്തു. വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളിൽ യാക്കോബ് ശ്ലീഹായുടെ ലേഖനങ്ങളിൽ നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ ആത്മാവ് ആരുടെ മേൽ വരുന്നുവോ അവർ ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കും. എന്റെ ആത്മാവ് ആരുടെ മേൽ വന്ന് നിറയുന്നുവോ അവരെ ദൈവമക്കൾ എന്ന് വിളിക്കും. അങ്ങനെയെങ്കിൽ നാം എല്ലാവരും ദൈവമക്കളാകണം എന്ന് ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? വിശുദ്ധ ഗ്രന്ഥത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്ത ഓരോ വചനങ്ങളും നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവരാജ്യം നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ അത്രേ ദൈവം ആഗ്രഹിച്ചിരിക്കുന്നത്. ദൈവരാജ്യം ആരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നുവോ അവരെ ദൈവ മക്കളെന്ന് ദൈവം വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം വിളിച്ചു, നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചു. ആ വിളി കേൾക്കുവാൻ നമ്മുടെ ആത്മാവിന് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഇവിടുത്തെ അറിവിന്റെ കാര്യം. നമ്മളെ എപ്പോഴും ദൈവം വിളിക്കുന്നുവോ എന്നതിനേക്കാൾ ഉപരി എപ്പോഴും എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഏറ്റവും ഉചിതം നമുക്ക് പറയാം. എന്റെ പിതാവ് എപ്പോഴും എന്നെ എപ്പോഴും നമ്മളെ വിളിക്കുന്നു എന്നാണ്. നമ്മൾ ഹൃദയം തുറന്നു കൊടുത്താൽ അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരും. നാം എന്താണ് അതിന് ചെയ്യുക? ദൈവകൽപ്പനകൾ അനുസരിച്ചും ദൈവ പ്രമാണങ്ങൾ കാത്തും അവിടുത്തെ സന്നിധിയിൽ ആയിരുന്നു കൊണ്ട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. വിശുദ്ധ ഗ്രന്ഥങ്ങളെ നാം ധ്യാനിക്കുമ്പോഴും വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ കേൾക്കുമ്പോഴും വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ഹൃദയത്തിൽ വരേണ്ടതിന് നാം ദൈവകൽപ്പന അനുസരിച്ച് വേണം ജീവിക്കാൻ. ദൈവകൽപ്പനകളിൽ ഒന്നുപോലും നാം വിട്ടുപോകരുത്. അവയിൽ ഏതെങ്കിലും ഒന്ന് നാം തെറ്റിക്കുന്നുവെങ്കിൽ 9-ന് 10 നമ്മൾ തെറ്റിച്ചിരിക്കും. നമ്മളെല്ലാം അനുസരിക്കുന്നെങ്കിലോ നാം ദൈവമക്കളായി തീരുകയും ചെയ്യുന്നു. ദൈവരാജ്യം അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ദൈവരാജ്യം ആരുടെ അടുത്തേക്ക് കടന്നു ചെല്ലുന്നുവോ അവരെ ദൈവമക്കൾ എന്ന് വിളിച്ചു. ദൈവമാണ് വിളിച്ചത് ദൈവമക്കളെന്ന്. അങ്ങനെയെങ്കിൽ നാം എല്ലാവരും ദൈവമക്കളായിരിക്കുവാൻ നാം എന്ത് ചെയ്യണം? ദൈവകൃപയുള്ളവരായി. നമുക്ക് ദൈവകൃപ ലഭിച്ചാൽ മാത്രമേ ദൈവമക്കളായി തീരാൻ സാധിക്കുള്ളൂ. ദൈവമക്കളുടെ കൂടെ ദൈവവും ഉണ്ട്. അപ്പോൾ ചോദിക്കുമായിരിക്കാം, ദൈവം എല്ലാവരുടേതുമല്ലേ? സർവ്വവ്യാപിയാണ് ദൈവം. സർവവും ആത്മാവിനാൽ സൃഷ്ടിച്ചതിനാൽ സകലത്തിനും ദൈവമുണ്ട്. ദൈവം പ്രകാശമാണ്, ദൈവം ആത്മാവാണ്, ദൈവം ജീവനാണ്, ദൈവം സത്യമാണ്, ദൈവം സ്നേഹമാണ്, ക്രിസ്തു സുവിശേഷമാണ്. ദൈവം ആത്മാവാണ്, ദൈവം സത്യമാണ്, ദൈവം സ്നേഹമാണ്, ക്രിസ്തു സുവിശേഷമാണ്. ക്രിസ്തുവാണ് ഈ വിശുദ്ധ ഗ്രന്ഥം ഈ ചുരുൾ നൂർത്തത്. ക്രിസ്തുവാണ്. പ്രവാചകന്മാർക്കോ പ്രവചനങ്ങൾക്കോ ഈ ചുരുൾ നൂർക്കാൻ സാധിക്കാതെ വന്നപ്പോൾ യേശു തന്നെ ഈ ചുരുൾ ഭൂമിയിലേക്ക് നൂർത്തു. അങ്ങനെ ദൈവരാജ്യത്തിന്റെ ഈ രഹസ്യം ഭൂമിയിൽ നിർബലമായി എല്ലാവർക്കും ലഭിച്ചു. അങ്ങനെ നമുക്ക് ലഭിച്ച ഈ കൃപ എല്ലാവർക്കും ഉള്ളതാണ്, ഒരാൾക്ക് മാത്രമുള്ളതല്ല. ദൈവത്തിന്റെ സകല ജനത്തിനുമുള്ളതാണ്. ദൈവം
നൽകപ്പെട്ട സുവിശേഷം, അതാവുന്നു വിശുദ്ധ ഗ്രന്ഥം. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, വിശുദ്ധ ഗ്രന്ഥമോ ദൈവകൽപ്പനയോ അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നു. വിശുദ്ധ ഗ്രന്ഥമോ ദൈവകൽപ്പനയോ? നമ്മൾ ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് കൈവക്കാം. ദൈവകൽപ്പനകൾ 10 അനുസരിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ കൈവക്കാം. അവരുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. എന്റെ കൽപ്പന പാലിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷി നിർത്തിയിട്ടാണ് യേശു പറഞ്ഞത്. ആ ചുരുൾ നോക്കുമ്പോൾ പറഞ്ഞു, എന്റെ കൽപ്പന പാലിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ദൈവത്തിന്റെ വാസസ്ഥലം മനുഷ്യന്റെ ഹൃദയമാണ്. അപ്പൊ നാം എല്ലാവരും മനുഷ്യരായിരിക്കുകയാണെങ്കിൽ നമ്മളിൽ എല്ലാവരിലും ദൈവം ഉണ്ട്. ദൈവം ആത്മാവാണ്, ദൈവം സത്യമാണ്, ദൈവം സ്നേഹമാണ്, ക്രിസ്തു സുവിശേഷമാണ്. ദൈവം ആത്മാവാണ്, ദൈവം സത്യമാണ്, ദൈവം സ്നേഹമാണ്, ക്രിസ്തു സുവിശേഷം. അപ്പൊ ക്രിസ്തുവിലൂടെയാണ് നാം ജീവിക്കേണ്ടത്. നാം ക്രിസ്ത്യാനി എന്ന് വിളിക്കുന്നതിനേക്കാൾ ഉപരി ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ. ക്രിസ്തുവിനെയാണ് നമ്മൾ അനുഗമിക്കേണ്ടത്, ലോകത്തെ അല്ല. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെല്ലാവരിലും ദൈവമുണ്ടെന്നാണ്. അപ്പൊ ദൈവത്തിൻ്റെതായ പ്രബോധനവും ദൈവീക ജ്ഞാനവും ദൈവ സ്നേഹവും ദൈവ കൽപ്പനകളിൽ ഒതുങ്ങിയിരിക്കണം. എന്റെ കൽപ്പനയിലൂടെ അല്ലാതെ ആർക്കും ദൈവരാജ്യത്തിൽ കടക്കുക സാധ്യമല്ല. ദൈവകൽപ്പന അനുസരിക്കുകയും ദൈവവചനം സ്വീകരിക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും ചെയ്യുന്നവർ ദൈവത്തെ കണ്ടെത്തും. ദൈവത്തെ കണ്ടെത്തുക, അതാണ് നിത്യജീവൻ. അപ്പൊ ആ ജീവൻ സത്യമാർഗമാണ്. ആ മാർഗമാണ് യേശു ക്രിസ്തു എന്ന സത്യം. ാവിന്റെ ആലയമായി നമ്മൾ ഇരിക്കുക, അതാണ് നിത്യജീവൻ. പരിശുദ്ധാത്മാവിന്റെ ആലയം. എന്താണ് ഈ പരിശുദ്ധാത്മാവിന്റെ ആലയം? ആർക്കത് ഗ്രഹിക്കാൻ കഴിയും? പരിശുദ്ധാത്മാവിന്റെ ആലയം നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയമാണ്. അതാണ് യഥാർത്ഥ ദേവാലയം, മനുഷ്യന്റെ ഹൃദയമാണ്. ആ ഹൃദയത്തിന്മേൽ വന്ന് നിറയുന്നതാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ ഓരോരുത്തരും ഹൃദയം തുറന്നാൽ ആ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വരുന്നതാണ് യേശു എന്ന വിശുദ്ധ ഗ്രന്ഥം. അതാണ് പരിശുദ്ധ ആത്മാവ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവില്ല. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ ജെറുസലേം വിട്ടുപോകരുത്. യേശു വളരെ അധികാരത്തോടെ തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ